വീട്ടുജോലി എളുപ്പമാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 13 പ്രോഡക്റ്റ്സാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ്സ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ജോലി തീർക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വെജിറ്റബിൾ കട്ടറിൽ 14 ബ്ലേഡുകളോളമുണ്ട്. ഇത് സ്കിൻ റിമൂവ് ചെയ്യുന്ന ബ്ലേഡാണ് കേട്ടോ. ഇത് 1/2 കിലോ ക്യാരറ്റാണ്. ഒരു 5 മിനിറ്റ് മതി ഇത് കട്ട് ചെയ്തെടുക്കാൻ. മെഴുക്ക് വരട്ടിക്കും തോരനുമൊക്കെ അരിയാനായിട്ട് ഈ 2 ബ്ലേഡുകളാണുള്ളത്. ഒരെണ്ണം കുറച്ച് ലെങ്തി ആയിട്ട് കിട്ടും, ഒരെണ്ണം കുറച്ച് സ്ക്വയർ ആയിട്ടാണ് കിട്ടുന്നത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്ലേഡ് ഈ മെഷീനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റ് ഓരോരോ പീസസ് ആയിട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എനിക്കിത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ വെജിറ്റബിൾ കട്ടറിൻ്റെ ക്ലീനിങ്ങും വളരെ ഈസിയാണ് കേട്ടോ. ഇത് വളരെ തിന്നായിട്ട് സാലഡിനെ അരിഞ്ഞെടുക്കാൻ പറ്റിയ ബ്ലേഡാണ് കേട്ടോ. ഈ ബ്ലേഡ് മെഷീനിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കുംബറൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മാത്രം മതിയേ. അതുപോലെ തന്നെ സാലഡിനുള്ള സവോളയും നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ വെജിറ്റബിൾ കട്ടർ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ആ ദിവസത്തേക്കുള്ള എല്ലാ വെജിറ്റബിളും ഒന്നിച്ചിങ്ങ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് മോളിനെക്സിൻ്റെ ഒരു വെജിറ്റബിൾ ചോപ്പറാണ്. ഇതൊരു 3-in-1 ചോപ്പറാണ്. ഇതിൽ വെജിറ്റബിൾ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ സ്വിച്ച് മാറ്റി പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയുടെ വലുതായിട്ട് അരിഞ്ഞെടുക്കാനും പറ്റും. നമുക്ക് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടൊക്കെ ചിക്കൻ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ ചോപ്പറിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഉപകാരപ്രദമായ ഒരു ചോപ്പറാണിത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാത്രങ്ങളിലേക്ക് മാറാനുള്ള ആഗ്രഹത്തിൽ ഒരു കാസ്റ്റ് അയണിൻ്റെ തവ വാങ്ങി. അയൺ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ആ സ്റ്റൈലിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് അയൺ വളരെ ചെറിയൊരു അളവിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്
ഡോക്ടേഴ്സ് പറയുന്നത്. കാസ്റ്റ് അയൺ തവ ഉപയോഗത്തിന് ശേഷം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂവിലോ കുറച്ച് നല്ലെണ്ണ ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് തൂത്ത് വേണം എടുത്ത് വയ്ക്കാനായിട്ട്. ഇങ്ങനെ ഒരു തവ വാങ്ങിയാൽ നമുക്ക് ലൈഫ് ലോങ് ഇത് ഉപയോഗിക്കാൻ പറ്റും. 2000 രൂപയാണ് കേട്ടോ ഇതിന് വില കൊടുത്തത്. വളരെ ഉപകാരപ്രദമായ മറ്റൊരു ഐറ്റം ടൈഗർ ബ്രാൻഡിൻ്റെ ഒരു ഫ്ലാസ്ക്കാണ്. ഞാൻ എപ്പോഴും ഇതിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് വയ്ക്കാറുണ്ട്. ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നത് ഈ സീസൺ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷ കിട്ടും. ആമസോണിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോർക്കമാസിൻ്റെ സ്റ്റീൽ പാത്രമാണ് കേട്ടോ. കോർക്കമാസിൻ്റെ 2 സെറ്റ് പാത്രങ്ങൾ ഞാൻ വാങ്ങി. ഈ സെറ്റ് പാത്രത്തിൽ 4 അടപ്പുള്ള പാത്രങ്ങളും വലുതും ചെറുതുമായിട്ട് പിന്നെ ഒരു സോസ് പാനുമാണുള്ളത്. ഇതെല്ലാം കൂടി 15 കിലോയുണ്ട്. നല്ല വെയിറ്റുള്ള പാത്രം ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കുകയില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുടെ ഉപയോഗം കുറച്ചിട്ട് ഞാനിപ്പോൾ സ്റ്റീൽ പാത്രങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പാത്രങ്ങൾ വാങ്ങിയത് സൗദി ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോൺ ഇന്ത്യയിൽ ഞാൻ നോക്കിയപ്പോൾ ഈ പാത്രങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇതൊരു ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ സാൻഡ്വിച്ച് മേക്കറാണ്. നമുക്ക് ഫുഡ് റെഡിയല്ല, പെട്ടെന്നൊരു സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാൻഡ്വിച്ച് മേക്കർ വളരെ ഉപകാരപ്രദമാണ്. 1600 രൂപയാണ് ഇതിൻ്റെ വില കൊടുത്തത്. മറ്റൊരു കുക്ക്വെയറാണ് എൻ്റെ റൈസ് കുക്കർ വിത്ത് സ്റ്റീൽ പോട്ട്. നിങ്ങൾ വാങ്ങുമ്പോൾ ഇത് റൈസ് കുക്ക് ചെയ്യുന്ന കലം സ്റ്റീലായിരിക്കാൻ ശ്രദ്ധിക്കണേ, കാരണം ഇത് അലുമിനിയത്തിലുമൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ റൈസ് തിളപ്പിച്ച് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി. വാർക്കുന്ന സമയത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് വാർത്തെടുക്കണേ. ചോറ് കൂടുതലുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം അതേ കലം തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കുകയും ചെയ്യാം. കുക്കിംഗ് എളുപ്പമാക്കാൻ വളരെ ഉപകാരപ്രദമാണ് പ്രഷർ കുക്കേഴ്സ്. എല്ലാവരുടെയും വീട്ടിൽ ഒരു സ്റ്റീൽ പ്രഷർ കുക്കർ ഉണ്ടായിരിക്കണം. പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഹോക്കിൻസ് നല്ല ബ്രാൻഡാണ്. വാങ്ങുമ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ എങ്കിലും വാങ്ങണേ. ഒത്തിരി ആവശ്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന അപ്പച്ചമ്പാണ് ഇത്. ഇതിൻ്റെ കൂടെ 2 സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴവും കൂടി പുഴുങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ പുട്ടുകുറ്റി എടുക്കാറില്ല. ഈ അപ്പച്ചെമ്പിനകത്താണ് പുട്ടിൻ വാരിയിട്ടിട്ട് അതുപോലെ തന്നെ പഴവും കൂടി അതിൻ്റെ സൈഡിൽ വെച്ച് പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ച് വെക്കുമ്പോഴത്തേക്കും പഴം നന്നായിട്ട് കഴുകിയെടുക്കണമെന്ന് മാത്രം. നൂഡിൽസ് പോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളം വാർന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ക്യാബേജൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്ത് ഉപ്പുവെള്ളത്തിൽ കുറേ നേരം ഒരു മണിക്കൂറോളം ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം പോയി കിട്ടും. ഏകദേശം 10 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മൈക്രോവേവാണിത്. ഇത് പാനാസോണിക്കിൻ്റെയാണ്. കൺവെൻഷൻ ആൻഡ് ഗ്രിൽ ഓപ്ഷൻ ഇതിനുണ്ട്. ഇത് ഗണേഷിൻ്റെ മാനുവൽ വെജിറ്റബിൾ ചോപ്പറാണ്. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയെല്ലാം ചതച്ചെടുക്കുന്നതിന് പകരം ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഓരോന്നൊക്കെ ആവശ്യമായ വെജിറ്റബിളും ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഇത് പാനാസോണിക്കിൻ്റെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു വാക്വം ക്ലീനറാണ്. ഞാൻ വാക്വം ക്ലീനർ വാങ്ങാനായിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഹാൻഡിലിങ്ങിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടാണ് നോക്കിയത്. ദുബായ് ലുലുവിൽ നിന്നാണ് ഈ വാക്വം ക്ലീനർ ഞങ്ങൾ വാങ്ങുന്നത്. സുമിത് ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മസാല ബോക്സാണ് ഇത്. നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന മസാലകളെല്ലാം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഗരം മസാല, ഏലക്കാപ്പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല എല്ലാം സ്മെല്ല് പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ മസാല ബോക്സിൽ വയ്ക്കാറില്ല.
അതിന് സെപ്പറേറ്റ് ബോട്ടിൽസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എങ്കിലും നിങ്ങൾ ഓരോരുത്തർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്